ഇല്ല, കോടതി പറഞ്ഞത് വെള്ളിയാഴ്ച കേൾക്കാമെന്നാണ് പറഞ്ഞത്. അടിയന്തരമായിട്ട് പരിഗണിക്കണമെന്നാണ് പറഞ്ഞിരുന്നത്. അതിൻ്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് തന്നെ മറ്റന്നാൾ, അതായത് വെള്ളിയാഴ്ച അത് പരിഗണിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് സാഹചര്യം ചൂണ്ടിക്കാണിച്ചല്ലോ, അപ്പോൾ അതിൽ ഒരു കൂടുതൽ ഇടപെടൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷയുണ്ടോ? സംസ്ഥാന സർക്കാരും ഇപ്പോൾ സുപ്രീം കോടതിയിൽ വന്നിരിക്കുന്നുണ്ട്. വേറെ ഒരു സംസ്ഥാന സർക്കാരും വന്നിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അറിവ്. അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് കൊണ്ട് തന്നെ സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന്മാരും എല്ലാം അതിൻ്റെ തിരക്കിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത് മാറ്റണമെന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിൻ്റെയും ആവശ്യം. മാത്രമല്ല, ഇപ്പോൾ മഹാരാഷ്ട്ര പോലത്തെ സംസ്ഥാനങ്ങൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഒരു റിക്വസ്റ്റ് വെച്ചിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ അവിടുത്തെ SIR മാറ്റിവെച്ചതായിട്ടുള്ള ഒരു വിവരം കൂടി നമുക്കുണ്ട്. അപ്പോൾ അങ്ങനെ ബാക്കിയുള്ള സംസ്ഥാനങ്ങൾക്ക് അങ്ങനെ ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് കേരളത്തിനും ചെയ്യാൻ പാടില്ല എന്നുള്ളതായിരിക്കും നമ്മുടെ വാദം. അപ്പോൾ അടിയന്തരമായിട്ട് ഈ നടപടികൾ നിർത്തിവെക്കണമെന്ന് തന്നെയാണ് വെള്ളിയാഴ്ച നമ്മൾ കോടതിയോട് ആവശ്യപ്പെടാൻ പോകുന്നത്. ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ഈ രണ്ട് പണിയും കൂടി ഒരേ സമയത്ത് സംസ്ഥാന സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന്മാർക്ക് ചെയ്യാമെന്ന് പറയുമ്പോൾ അവരെ അത്രമാത്രം സമ്മർദ്ദത്തിലേക്ക് ആഴ്ത്തുകയാണ്. അത് മനുഷ്യത്വരഹിതമായിട്ടുള്ള ഒരു നടപടിയാണ് ഈ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ കെട്ടിവെക്കുന്നത്. കാരണം അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ടാർഗറ്റുകളാണ് ഓരോ BLOമാർക്കും ഉദ്യോഗസ്ഥന്മാർക്കും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സമ്മർദ്ദങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആത്മഹത്യയും അതേപോലെ തന്നെ ഇന്നലെ നമ്മൾ കണ്ട് 2 പേര് പക്ഷാഘാതം വന്ന് അവിടെ വീണു പോകുന്നതെല്ലാം. അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് തന്നെയാണ് നമ്മളിപ്പോൾ സുപ്രീം കോടതിയുടെ മുന്നിൽ വ്യക്തമായിട്ട് കാണിച്ചു കൊടുത്തിരിക്കുന്നത്. ഒരു ഇടപെടൽ ഉണ്ടാകും. ഒരു ഇടക്കാല സ്റ്റേ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്, ലീഗ് ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യം സ്റ്റേ ഉണ്ടാകാനുള്ള മാക്സിമം പ്രഷർ ഉണ്ടാവും. അതെ, നമ്മളിപ്പോൾ അടിയന്തരമായിട്ട് ഇത് പരിഗണിക്കാനുള്ള ആവശ്യം തന്നെ ഉന്നയിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്റ്റേ ചെയ്യണമെന്ന് ഉള്ള ആവശ്യം കൊണ്ട് തന്നെയാണ്. ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ പാടില്ല, ഇന്ന കാരണങ്ങൾ കൊണ്ട് മുന്നോട്ട് പോകാൻ പാടില്ല എന്നുള്ള ആവശ്യം തന്നെയാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഈ ബീഹാർ SIRന്റെ കേസിൽ പലതവണ ഹർജിക്കാർ ആവശ്യപ്പെട്ടെങ്കിലും കോടതി ഈ SIR നടപ്പാക്കാനുള്ള റൈറ്റ് കമ്മീഷനുണ്ട് എന്നുള്ള ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ കേരളത്തിൽ ഈ കൂടുതൽ എന്തെങ്കിലും ഒരു ഇടപെടൽ എന്നുള്ളത് നമ്മൾ ഇപ്പോൾ ലീഗിൻ്റെ ഹർജിയെ സംബന്ധിച്ച് SIRൻ്റെ ഭരണഘടനാ സാധുത തന്നെ നമ്മൾ ചോദ്യം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഈ SIR കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ആളുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവായി പോയിട്ടുണ്ടെങ്കിൽ അവരെ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ചെയ്യുന്ന പ്രക്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ആളുകളെ ഈ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളത് ഇതാണ്. അത് ഭരണഘടനാപരമായിട്ട് തെറ്റായിട്ടുള്ള സംഗതിയാണ്, ഭരണഘടനാ ലംഘനമാണ്. അതാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ജനുവരി 2025 SSR നടപ്പാക്കിയത്. അതിനുശേഷം ഇപ്പോൾ 9 മാസത്തിന് ശേഷം പിന്നെ ഒരു SIRൻ്റെ ആവശ്യകത ഇല്ല എന്നുള്ളതും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പ്രവാസികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു മാസത്തിനുള്ളിൽ ഇപ്പോൾ SIR തീർക്കണമെന്നാണ് ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത്. എന്തിനാണ് ഈ ഒരു മാസം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവാത്തത്. അതിപ്പോൾ 6 മാസത്തെ കാലയളവിലോ അല്ലെങ്കിൽ 1 കൊല്ലത്തെ കാലയളവിലോ ആണ് ഈ SIR നടപ്പിലാക്കണമെങ്കിൽ ഈ പറയുന്ന പ്രവാസികൾക്കും അവർ എന്തായാലും ഈ 6 മാസത്തിലോ 1 വർഷത്തിലൊക്കെ അവർ കേരളത്തിൽ അല്ലെങ്കിൽ നാട്ടിൽ വരുന്നതാണ്. അപ്പോൾ അവർക്ക് ഇതിൻ്റെ ഭാഗവാക്കായിട്ട് BLOമാരെ പോയി കണ്ട് അവരുടെ വോട്ട് ചേർക്കാൻ വളരെ എളുപ്പമായിരിക്കും. ഇതിപ്പോൾ 1 മാസത്തിൻ്റെ കാലയളവിൽ ഒരാളും വരാനുള്ള സാഹചര്യമൊന്നും ഉണ്ടാവുകയില്ല. അപ്പോൾ അവരുടെ വോട്ട് പോകുക എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാകുന്ന ഒരു സത്യമാണത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പ്രവാസികളെ സംബന്ധിച്ച് നമ്മൾ ഇത് പറയുന്നത്. കാരണം പ്രവാസികൾ ഇപ്പോൾ ഓൺലൈൻ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഫിസിക്കൽ വെരിഫിക്കേഷന് BLOമാർ വരുമ്പോൾ അവിടെ ആരെങ്കിലും ഇല്ലെങ്കിൽ അവരുടെ വോട്ട് പോകുമെന്നാണ് ഇപ്പോഴത്തെ ഇൻസ്ട്രക്ഷനിൽ പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പ്രവാസികൾക്ക് വേണ്ടിയിട്ടും നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. See, we had challenged the SIR process in the state of Kerala. We wanted an urgent interim order to defer this SIR proceedings and to stay the entire SIR proceedings in Kerala. The reason was that the local body elections have been notified in Kerala. December 9th and 11th are the polling dates in Kerala. So all the state machinery and the state government officials are busy with the panchayat and municipal elections. So, and the SIR is simultaneously happening from 4th of November to 4th of December. So, the booth level officers and other officers of the state government are finding it very, very difficult, and there are unrealistic targets also being given to the state government officials. We have also mentioned about the kind of problem these officers are in. One booth level officer in fact committed suicide because of the pressure of work and all. 2 or 3 have got strokes while on duty. So these kind of problems could have been avoided if the SIR had started after the local body elections. What was the need for the election commission to announce the SIR while the local body elections are taking place? So therefore we need an urgent stay of the SIR process in Kerala. That is what we had asked for. The court has listed the matter on Friday for consideration of interim prayer. Sir, you are in state government or IUML.
State government also has filed a writ petition, which was also mentioned today. I have filed a petition for IUML, which was also mentioned today. CPIM also had filed petition, and the Indian National Congress from Kerala also had filed petition. So there were 4 petitions which was been mentioned, and all the 4 petitions will be heard together on Friday.